എതിരെ നിൽക്കുന്നവരോട് സംസാരിക്കുമ്പോൾ ഒരു പരിധിക്കപ്പുറം ശബ്ദമുയർത്തി ശീലം എനിക്കില്ല. അതെനിക്ക് അറിയാണ്ടോ പറ്റാണ്ടോ ഒന്നുമല്ല. ശബ്ദമുയർത്തുമ്പോൾ അവൻ എന്നോടൊരു ഭയം തോന്നും എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ വിശ്വസിക്കുന്ന ഒരു വിഡ്ഢിയല്ല ഞാൻ. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന വേറൊരു കാര്യമുണ്ട്. എനിക്കൊരു നിർബന്ധമുണ്ട്. എൻ്റെ നിശബ്ദതയായിരിക്കണം നിന്നോട് സംസാരിക്കുന്നത്. എൻ്റെ നോട്ടായിരിക്കണം നിന്നെ അലട്ടുന്നത്. അപ്പോൾ നീ പോലും അറിയാതെ നിൻ്റെ ഉള്ളിൽ എന്നോടൊരു ഭയം ബഹുമാനമൊക്കെ തോന്നി തുടങ്ങും. അങ്ങനെ തോന്നി തുടങ്ങിയ പിന്നെ ജീവിതകാലം മുഴുവൻ നീ എൻ്റെ അടിമയാണ്. പിന്നെ ഞാൻ പഠിച്ച വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ തെളിയിക്കുന്നത് നമ്മൾ എത്ര കാഠിന്യത്തോടെ തിരിച്ചടിക്കുന്നു എന്നുള്ളതിലല്ല, നമ്മൾ എത്രത്തോളം ക്ഷമിക്കുന്നു എന്നുള്ളതില്ല. നമ്മുടെ എതിരാളി നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മൾ ആദ്യം ക്ഷമിക്കുക. അപ്പോൾ ആദ്യം അയാളൊന്ന് ഉത്സാഹിക്കും. അയാൾക്ക് സ്വയം ശക്തനാണെന്ന് തോന്നും. പിന്നെയും കുറേ ക്ഷമിക്കുക. അപ്പോൾ അയാളൊന്ന് പതറും. നമ്മുടെ അടുത്ത നീക്കം എന്തായിരിക്കും, അതായിരിക്കും അവൻ്റെ ചിന്ത. പിന്നെയും കുറേ ക്ഷമിക്കുക. അപ്പോൾ അവൻ ബലഹീനനാവാൻ തുടങ്ങും. അവൻ്റെ ചുവടുകൾ തെറ്റും. അവൻ തോൽക്കാൻ തുടങ്ങും. കൃത്യസമയം നോക്കി അവൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അവൻ പ്രതീക്ഷിക്കാത്ത അളവിൽ തിരിച്ചടിക്കുക, അവനെ ഇല്ലാതാക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ നീ വിചാരിക്കും ഞാൻ എൻ്റെ പ്രവർത്തികളിലൊന്നും യാതൊരു തരത്തിലുള്ള ന്യായമോ നീതിയോ ഒന്നും കാണുന്നില്ല. പക്ഷെ നീ മനസ്സിലാക്കേണ്ട വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിയായ സമയത്ത് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുന്നതും ഒരു കഴിവാണ്. ആ കഴിവുള്ളവൻ ഭരിക്കും വാഴും. ഞാനിവിടെ ഭരിക്കുന്നതും വാഴുന്നതൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടതും പ്രിയപ്പെട്ടതും സംരക്ഷിക്കാനാണ്. എൻ്റെ കുടുംബം, എൻ്റെ പേര്, പിന്നെ എൻ്റെ ഈ നിശബ്ദത. അപ്പോൾ നിൻ്റെ കഥയിൽ ചിലപ്പോൾ ഞാനൊരു വില്ലനായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ കഥ മാറ്റി എഴുതുന്നതായിരിക്കും നല്ലത്. കാരണം എൻ്റെ പുസ്തകത്തിൽ ഈ നീതി ന്യായം എന്ന് പറഞ്ഞ ആ സംഭവങ്ങളൊന്നുമില്ല. ആകെയുള്ളതൊരു സംഭവമാണ്. അത് നീ നിൻ്റെ ഭാഷയിൽ വായിക്കുമ്പോൾ സ്വാർത്ഥത എന്നായിരിക്കും വായിക്കുക.